ഷൊർണൂർ മണ്ഡലമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഷൊർണൂർ മണ്ഡലത്തിൽ ചെർപ്പുളശ്ശേരി, ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും 6 പഞ്ചായത്തും ടോട്ടൽ 8 ലോക്കൽ ബോഡി ചേർന്നതാണ് ഷൊർണൂർ മണ്ഡലം. അതിൻ്റെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഷൊർണൂർ LDF 65,000 വോട്ട്, 40% വോട്ട് നേടി ഒരു കുത്തകയാക്കി വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. UDF 42,000 വോട്ട്, NDA 27% ഉള്ളൂ, അല്ല 40% ഉണ്ട്. NDA 32,560. അതായത് NDA ഒരു ശക്തമായ ഹോൾഡുള്ള മണ്ഡലമാണ്. അതേഴ്സ് 20,000 വോട്ടുണ്ട്. മെമ്പർമാരെ കൂടെ നോക്കാം. മെമ്പർമാർ 87 പേര് LDFിനുള്ളപ്പോൾ UDFന് 47 ഉള്ളൂ. NDA 23, അതേഴ്സ് 17. നമ്മൾ മത്സരാർത്ഥികളെ കൂടെ നോക്കാം. മത്സരാർത്ഥികൾ P. മമ്മൂക്കുട്ടി, അദ്ദേഹം തന്നെയാണ് സിറ്റിംഗ് MLA ആണ്. കഴിഞ്ഞ കൊല്ലം 75,000 വോട്ടിന് ജയിച്ചാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് LDFിൻ്റെ കാൻഡിഡേറ്റ്. കോൺഗ്രസിൻ്റെ P. ഹരിഗോവിന്ദൻ, BJPയുടെ ശങ്കുറ്റി ദാസ്. കഴിഞ്ഞ തവണ ആക്ച്വലി കോൺഗ്രസും BJPയും തിൻ മാർജിനിലാണ് BJP സെക്കൻഡിലെത്തി. 1000 താഴെ വോട്ടിനാണ് 3-ാം സ്ഥാനമായത്. അന്ന് സന്ദീപ് വാര്യർ പിന്നെ BJP വിട്ടിട്ട് കോൺഗ്രസിലോട്ട് പോയി. അപ്പോൾ അവിടെ ശങ്കുറ്റി ദാസാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ ശങ്കുറ്റി ദാസിന് എത്ര വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് നമുക്ക് കാണണ്ടാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് 42,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട്. ഒരു 4,000 വോട്ട്, 46,000 വോട്ടോളം BJPക്ക് അവിടെ കിടപ്പുണ്ട്. LDFിനെ സംബന്ധിച്ച് ഭരണവിരുദ്ധത ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു മാർജിൻ ഒന്നും കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് UDFന്. എന്തായാലും അത് ഈ LDF ഷൊർണൂർ നിലനിർത്തുന്നതാണ്. പക്ഷെ കുറച്ച് വോട്ട് കുറയും. അത് BJPയിലും പിടിക്കും. കുറച്ചൊക്കെ BJPയിലോട്ട് തന്നെ ആയിരിക്കാം പോകുന്നത്. കുറേ LDF വോട്ടുകൾ NDAയിലോട്ട് പോകുന്നുണ്ട്. എഫക്റ്റീവ്ലി LDF ഇത് നിലനിർത്തും. NDA 2-ാം സ്ഥാനം എത്താനുള്ള സാധ്യതയുണ്ട്. UDF 3-ാം സ്ഥാനം. എന്തായാലും 2-3 ടൈറ്റ് കോമ്പറ്റീഷനാണ് കഴിഞ്ഞ തവണ നടന്നത്. 1000 താഴെ ആർക്കും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും LDF ഈ ഷൊർണൂർ മണ്ഡലം നിലനിർത്തും. ചെറിയൊരു മാർജിനാണ് നിലനിർത്തുന്ന ഒരു മണ്ഡലമാണെന്നാണ് എൻ്റെ അനാലിസിസ്.